ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ജാസ്മിൻ റഷീദ്. ഞാനിന്ന് വന്നിട്ടുള്ളത് കുക്കറിൽ എളുപ്പത്തിൽ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ കുക്കർ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് തന്നെ വേണമെന്നില്ല, വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിലും ഉണ്ടാക്കാം കേട്ടോ. ഞാനതിനകത്ത് നെയ്യാണ് ചേർത്തിട്ടുള്ളത്. നെയ്യൊന്ന് അലിഞ്ഞു വന്നോട്ടെ. നെയ്യ് ഏകദേശം അലിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഞാനതിനകത്തേക്ക് പിന്നെ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു സവാളയാണ് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ളത്. ഞാൻ അതിനകത്തേക്ക് അത് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതൊന്ന് ഇളക്കി കൊടുക്കട്ടെ കേട്ടോ. നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് അതിനുശേഷം ഞാനിതിനകത്തേക്ക് ഏലക്കായ, കറാമ്പട്ട, ഗ്രാമ്പു എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പ് ചേർക്കണം. ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കുക. ഞാൻ 1.5 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ അതിനനുസരിച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പിൻ്റെ ഒന്നും അളവ് നമുക്ക് പറയണമെന്നില്ലല്ലോ, നമുക്കറിയാമല്ലോ ഉപ്പ് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ഇട്ട് കൊടുക്കുക. ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ കുക്കറിൽ ഉണ്ടാക്കിയാൽ ഒട്ടിപ്പിടിക്കുന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ. അത് ഒറ്റ വിസിലിൽ നമുക്ക് നെയ്ച്ചോറ് തയ്യാറാക്കുകയും ചെയ്യാം. ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്ച്ചോറ് തന്നെയാണ് കേട്ടോ ഇത്. നിങ്ങളിതൊന്ന് ചെയ്തു നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും. നമുക്ക് പെട്ടെന്ന് പണിയൊരുക്കുകയും ചെയ്യാം കേട്ടോ. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾ. ഞാനിതിലൊരു സ്റ്റെപ്പ് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൽ ഈ സവാള നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് കോരിയെടുക്കുകയും ചെയ്യാം കേട്ടോ. ഫ്രൈ ചെയ്ത് ഈ ഒരു സവാള എടുത്തിട്ട് നമ്മളതിൽ ഫ്രൈ ചെയ്തിട്ട് ഈ നെയ്യിനകത്ത് തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് കോരിയെടുക്കുക. അതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി എടുത്തിട്ട് അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് കോരി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒറ്റ എണ്ണയിൽ തന്നെ നമുക്കിതെല്ലാം തയ്യാറാക്കിയെടുക്കാം. ഞാനത് ചെയ്തിട്ടില്ല കേട്ടോ. ഞാനത് ആ ഒരു സ്റ്റെപ്പ് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഞാനത് ചെയ്തിട്ടില്ല കേട്ടോ. നമുക്ക് ഒരു എണ്ണയിൽ തന്നെ ഇതെല്ലാം തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഈ കുക്കറിനകത്ത് തന്നെ അതങ്ങോട്ട് ഫ്രൈ ചെയ്ത് എടുക്കുകയും ചെയ്യാം. അപ്പം ഞാനിതാ ഈ ഗ്ലാസ്സിലാണ് കേട്ടോ ഞാൻ അരി എടുത്തിട്ടുള്ളത്. ഈ ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിന് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം നമ്മളെപ്പോഴും എടുക്കുമ്പോൾ ഇരട്ടി വെള്ളം എടുക്കുക. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ അരി കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്കിത് അരി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അരി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിത് വെള്ളം തിളച്ച് വരണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്കിത് ഈ വെള്ളം ഒഴിച്ചതിൻ്റെ കൂടെ ആയിട്ട് തന്നെ നമുക്ക് അരി കഴുകിയിട്ട് അതിട്ട് കൊടുക്കുകയും ചെയ്യാം. അരിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുക്കറൊന്ന് അടച്ച് വെക്കാം. ഒറ്റ വിസിൽ മതി കേട്ടോ. ഒരു വിസിൽ അടിച്ചിട്ടുണ്ട്. ഞാനത് തുറന്ന് നോക്കുകയാണ്. കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള നെയ്ച്ചോറ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ച് വെച്ചതാണ് കേട്ടോ. കുക്കറിലിരുന്ന് ഇനി വേറെണ്ടാന്ന് വെച്ച് ചെയ്തതാണേ. ഇതിൽ ആവിയൊക്കെ പോയിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇത് ഞാനത് ഒരു പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. നല്ലൊരു അടിപൊളിയായിട്ടുള്ള നെയ്ച്ചോറ് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരും.
അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.